നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമെല്ലാം വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണം, ഏതൊക്കെ നേതാക്കന്മാർ എവിടെയൊക്കെ മത്സരിക്കണം, ഏതൊക്കെയാണ് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഇനി വിജയിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രി, ആരാകും മന്ത്രിമാർ, മറ്റുള്ള നേതാക്കന്മാരുടെ പദവി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് LDFിനകത്തും UDFിനകത്തും നടക്കുന്നത്. UDF പറയുന്നത് അവർ 100-ലധികം സീറ്റുകളോടുകൂടി കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ്. മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരും എന്ന് LDF ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം വളരെ കൃത്യമായി നിഴലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. UDFന് നേരിയ മുൻതൂക്കവും ലഭിച്ചിട്ടുണ്ട്. ഈ മുൻതൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളം പിടിക്കും എന്ന രീതിയിൽ UDF വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും മന്ത്രിസ്ഥാനത്തേക്കുമൊക്കെ ആരൊക്കെ ആകണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരെ ഇപ്പോൾ നടക്കുന്നതും. എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് KC വേണുഗോപാലാണ് എന്ന വാർത്തയാണ് വരുന്നത്. മാത്രമല്ല KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ തെറ്റിയെന്നും പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്താൻ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തിയുമെന്ന സൂചന വരുന്നുണ്ട്. ഈ സൂചന നൽകുന്നത് മറ്റാരുമല്ല, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ്. 22 വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിച്ചയാളാണ്. അതിനുശേഷം ഈ നെഹ്റു കുടുംബത്തിൻ്റെ അനീതി, നെഹ്റു കുടുംബത്തിൻ്റെ അവഗണന, ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ട് BJPയിൽ വരുന്നു. BJPയിൽ അദ്ദേഹം ഒരു വലിയ നേതാവായി മാറുന്നു. അസമിൻ്റെ ജനകീയനായ മുഖ്യമന്ത്രിയായി മാറുന്നു. അദ്ദേഹം വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അഭിപ്രായ സർവേകളെല്ലാം പറയുന്നത്. ഇങ്ങനെ BJPക്ക് വേണ്ടി അസം പിടിച്ചെടുത്ത നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ആ ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസമിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. അവർ തമ്മിൽ ഒരു അഭിപ്രായ ഐക്യവുമില്ല. തമ്മിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വെളിച്ചത്ത് വരുമ്പോൾ നാല് പേർ കാണുന്ന ഒരു വേദിയിൽ വരുമ്പോൾ കെട്ടിപ്പിടിക്കുകയും മഞ്ഞുകട്ട വാരി എറിയുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു ഇര കൂടിയാണ് താൻ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കേരളത്തിലെ MP ആണ്, കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് പ്രിയങ്ക ഗാന്ധി. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല കോൺഗ്രസ് നൽകിയിട്ടില്ല. രാഹുൽ ഗാന്ധി ഇടപെട്ടാണ് കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ചുമതല നൽകാതിരുന്നത് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. പകരം ചുമതല നൽകിയിരിക്കുന്നതാകട്ടെ അസമിലും. കേരളത്തിൽ നിന്നുള്ള ഒരു MPക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചുമതല നൽകാത്തത്? അത് KC വേണുഗോപാലിൻ്റെ ആഗ്രഹപ്രകാരമാണ്. KC വേണുഗോപാലിന് കേരളം പിടിക്കാനും ജയിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനാണ് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്ന സൂചന. അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നമുക്ക് വിശ്വാസം രേഖപ്പെടുത്തേണ്ട കാര്യമുണ്ട്. കാരണം കോൺഗ്രസിനെക്കുറിച്ച് വളരെ ഭംഗിയായി അറിയാവുന്ന നേതാവാണ്. പ്രത്യേകിച്ചും നെഹ്റു കുടുംബത്തെക്കുറിച്ച് വളരെ ഭംഗിയായി അറിയാവുന്ന നേതാവാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പതിറ്റാണ്ട് കാലം കോൺഗ്രസിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു യുവ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. തീർച്ചയായും ലോജിക്കലായി ചിന്തിച്ചാൽ ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ ആ ചോദ്യം ഉടലെടുക്കുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് നൽകാത്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണ്. രാഹുൽ ഗാന്ധി സമ്പൂർണ്ണ പരാജയമാണെന്നും രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഇന്ന് ആവശ്യപ്പെടുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ പല ഘടകകക്ഷി നേതാക്കന്മാരുമുണ്ട്. അവരെല്ലാം പറയുന്ന പേര് ഇപ്പോൾ രാഹുലിന് പകരം പ്രിയങ്ക വരണമെന്നാണ്. അതുകൊണ്ട് തന്നെ രാഹുലും പ്രിയങ്കയും 2 തട്ടിലാണ്. അവർ തമ്മിൽ ഉടൻ അടിച്ച് പിരിയുമെന്ന് ഹിമന്ത ബിശ്വ പറഞ്ഞാൽ അതിൽ വിശ്വസിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതേണ്ടിയും വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.